ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്കായി നമുക്കെന്നാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മളിവിടെ കായ്ക്കാൻ്റെ ബിരിയാണി കട, നമ്മുടെ കമൻറ്റിൽ കൂടുതലും വന്നതും അത് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന ഓട്ടോച്ചേട്ടന്മാരുടെ കായ്ക്കാട് ബിരിയാണിക്കട എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞ കായ്ക്കാട് ബിരിയാണിക്കടയിലെത്തി. പുറത്ത് നിന്ന് നോക്കിയ സൂചി കുത്താനിടവില്ല, അമ്മ അതിന് തിരക്കാണ്. ദേ ആ ചേച്ചി വരെ കാത്തിരിക്കുകയാണ്. അങ്ങനെ 5-10 മിനിറ്റോളം ഞങ്ങളും കാത്തിരുന്നു. ഞങ്ങളും അകത്തോട്ട് കയറിയപ്പോൾ ദേ അകത്ത് കാണുന്ന തിരക്കാണെങ്കിൽ ഒരു രക്ഷയുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ 8ഓളം സീറ്റ് വേണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഊണിട്ടിട്ട് ഇലയില്ലെന്ന് പറയുന്ന പോലെ അവിടുത്തെ ബിരിയാണി തീർന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ മറ്റൊരു ബിരിയാണി സ്പോട്ട് സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിൽ വന്നാൽ നിങ്ങളുടെ അറിവിലേക്ക് മറ്റൊരു ബിരിയാണി സ്പോട്ട് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബിരിയാണി സ്പോട്ടിലെത്തി. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് ഒരു പ്ലേറ്റ് ഫുള്ളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ആ ബിരിയാണി പ്ലേറ്റിലോട്ട് തട്ടിയിടുമായിരുന്നു. നല്ല അത്യാവശ്യം 2 വലിയ സൈസ് പീസും ഉണ്ടായിരുന്നു, ഒരുപാടുള്ള റൈസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ബിരിയാണിയും സാലഡും അച്ചാറും പിന്നെ നമ്മുടെ ചിക്കനിൽ നിന്നൊരു പീസും കൂടെ എടുത്ത് നന്നായി ഒന്ന് മിക്സായിട്ട് നല്ല സോഫ്റ്റ് ഇറച്ചിയായിരുന്നേ, നല്ല പോലെ മിക്സ് ചെയ്തിട്ട് വായിലോട്ട് വെച്ചപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. വിശപ്പിന്നിരുന്നുകൊണ്ട് മാത്രമല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ചിക്കൻ കലാണ് കിട്ടിയത്. അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഞാനും ഇച്ചിരി അച്ചാറും സാലഡും ആ ചിക്കൻ പീസൊക്കെ ആയിട്ട് ഒരു പിടി പിടിച്ച് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ മഞ്ഞുമോളും കഴിച്ച് അവക്കുമൊക്കെ എല്ലാവർക്കും പിള്ളേർക്കാണെങ്കിൽ പോലും ബിരിയാണി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ താഴെ മാത്രമല്ല കേട്ടോ സീറ്റിംഗ് ഫെസിലിറ്റി മുകളിലും ഉണ്ട്. ഇവിടുത്തെ ടൈം കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പാലാസോട് ടൗൺ ഹാളിൻ്റെ അടുത്താണ് അറഫ ഹോട്ടൽ. ഈ ഹോട്ടൽ മാത്രമല്ല അവർക്ക് പനയപ്പള്ളിയിലാണ് മെയിൻ ഷോപ്പ്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. ബിരിയാണിക്കായി സ്പെഷ്യലൈസ് ചെയ്തു തുടങ്ങി ഇവരുടെ മെയിൻ ഷോപ്പാണിത് പാലാസ് റോഡിലുള്ളത്. അപ്പോൾ കൊച്ചിക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിൽ പോയി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വയ്ക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.